മാറാരോഗങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു ഉറക്കെ തെളിഞ്ഞു നോക്കുമ്പോ വെള്ളപ്പാണ്ട് കാണാനില്ല. മാറിപ്പോയി, പൂർണ്ണമായി മാറിപ്പോയി. ജാമിഉ സഗീർ എന്ന ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഇമാം മുനാവിയുടെ ശറഹിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, നഷ്ടപ്പെട്ടുപോയാൽ ഈമാനിന് കേടുവന്നു പോകും. അല്ലാഹു കാക്കട്ടെ. ഞാനിവിടെ കയറി ഇങ്ങനെ വരുമ്പോ അബ്ദുൽ ജബ്ബാർ ഹാജി എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇവിടെ ഒരു പിരിവും വേണ്ട, ഒരു പിരിവും എടുക്കണ്ട, നിങ്ങൾ നന്നായിട്ട് സിറാജുൽ ഹുദക്ക് പിരിവെടുത്തോ, ഇവിടുന്ന് എത്ര കിട്ടിയാലും സിറാജുൽ ഹുദക്ക് കൊടുത്തോ എന്ന് പറഞ്ഞു. എന്റെ ഈ സിറാജുൽ ഹുദക്ക് ഇങ്ങനെ ഒരു ബഹുമാനം ഇവിടെ വന്നപ്പോ പലരും എന്റെ കയ്യിൽ നേർച്ച കൊണ്ട തന്നിട്ടുണ്ട്, വലിയ സംഖ്യ തന്നിട്ടുണ്ട്. ഞാൻ സിറാജുൽ ഹുദയിൽ ഇതുവരെയുള്ള സേവനം ചെയ്യുമ്പോൾ ഞാനിതുവരെ ശമ്പളം പറ്റിയിട്ടില്ല. ഇവിടുന്ന് വന്നിട്ട് ഒരു നയാക്കാശ് നിങ്ങൾ എന്ത് തരുമെന്ന് എന്നോട് ചോദിച്ചിട്ടില്ല, ഒരു ശമ്പളവും പറ്റിയില്ല, കുറെ കാലം ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ കുറച്ചൊരു നിയമത്തല്ല വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് ബസ്സിന്റെ പൈസ കൊടുത്താൽ അത് വാങ്ങുന്നല്ലോ. അബ്ദുൽ ഖാദിർ ഹാജി കുറെ കാലം രോഗത്തിൽ കിടന്ന് മരിച്ചു ഇവിടെ കിടക്കുന്നുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. രോഗം ഷാഫി ഇമാം റളിയല്ലാഹു വലിയ രോഗം ഉണ്ടായിരുന്നു, ദർജ വർദ്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹ് കൊടുത്തതാ. രോഗം ഉണ്ടായാൽ വലിയ ദർജ കിട്ടു. അങ്ങനെയാണല്ലോ ഇരുമ്പ് തീയിലിട്ട് ചൂടാക്കിയാൽ ഇരുമ്പിന്റെ കറയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകും. അതുപോലെ രോഗം ഉണ്ടായാൽ മനുഷ്യന്റെ ദോഷമൊക്കെ പൊറുത്ത് മനുഷ്യൻ ക്ലിയറായി പോകും. അല്ലാഹു തആല നല്ല കൊടുക്കാൻ വിചാരിച്ചവർക്ക് ചിലപ്പോൾ രോഗമൊക്കെ കൊടുക്കും. അല്ലാഹു തആല വിഷമമുള്ള രോഗമൊന്നും നമുക്ക് തരാതെ എന്നുള്ള നമുക്ക് മാപ്പ് തരട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അബ്ദുൽ ഖാദിർ ഹാജി അങ്ങനെ തുടങ്ങി നമ്മളെ മരിച്ചുപോയ ഈ മൈതാനിയിൽ മറവ് ചെയ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എന്റെ ബാപ്പ ദർസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായി എനിക്ക് ഇപ്പൊ നിങ്ങളോട് രണ്ട് വാക്ക് പറയാൻ സാധിച്ചത്. അതുപോലെ തുടങ്ങിയിട്ട് എത്രയോ നമ്മളെ ഉമ്മാവപ്പാര് മരിച്ചുപോയവരുണ്ട്. പുല്ലൂക്കര ഉസ്താദ് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഒന്നും എടുത്ത് കയറി വരുമ്പോഴാ വഫാത്തായി പോയത്. ഇപ്പൊ ഞാൻ വരുന്ന കല്ലർക്കല പള്ളിയിൽ അവിടുന്ന് രാത്രിയിൽ അതാ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാത്ത കണ്ടപ്പോ ചെന്നോക്കിയതാ കുട്ടികൾ. ബഹുമാനപ്പെട്ട കെ വി അബ്ദുറഹ്മാൻ മുസ്ലിയാരി നേരത്തെ ഒരു ദുആ കഴിഞ്ഞ് കിടന്നതാ, വഫാത്തായി പോയി. അങ്ങനെ എത്ര ആളുകൾ വഫാത്തായി പോയി. എല്ലാവരുടെ പേരിലും നമുക്കൊരു ഫാത്തിഹയും സൂറത്ത് ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് തങ്ങളെ കൊണ്ട് ദ്വാരപ്പിക്കണം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ആഖിറത്തുള്ള മജ്ലിസായി നമ്മൾ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്ക് അല്ലാഹു തആല എല്ലാ നിഅമത്തുകളും അല്ലാഹു തആല നമുക്ക് തരുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ.